രാജഗോപാൽ സാർ, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആകെപ്പാടെ ബഹളമാണ്. അതിൽ ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയാനാണെങ്കിൽ VSന്റെ സ്വന്തം സുരേഷ് ഇനി കോൺഗ്രസിലേക്ക് എന്ന തലക്കെട്ടുകളാണ്, അല്ലെങ്കിൽ അത്തരം ബ്രേക്കിംഗ് സ്ക്രോളുകളാണ് നമ്മൾ കണ്ടത്. അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വാർത്ത. സുരേഷ് ഇനി മുതൽ കോൺഗ്രസിന്റെ ഭാഗമാണ് എന്നത്. ബാക്കിയുള്ളതൊക്കെ കൗതുകകരമായ അല്ലെങ്കിൽ പറ്റിയ ചില അബദ്ധങ്ങളാണ്. ചെണ്ടമേളം കണ്ട് അസ്വസ്ഥപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ കണ്ടു. വെടിക്കെട്ട് കണ്ട് പേടിച്ച് ഞെട്ടിവിറച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെ നമ്മൾ കണ്ടു. ക്ഷേമ പെൻഷൻ നൽകി സ്റ്റേജിൽ വിളിച്ചു കയറ്റിയത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ MV ഗോവിന്ദനെയും പാർട്ടിയെയും പരിഹസിച്ച അല്ലെങ്കിൽ ട്രോളുകൾക്ക് വിധേയമാക്കപ്പെട്ട സംഭവം നമ്മൾ കണ്ടു. ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നടന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീലുകളിൽ കാണുന്നത് പോലെ എന്താണ് സാർ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഇവിടെ നടക്കുന്നതിനെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പറയുന്നുണ്ട് നീതു. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിസ്മയങ്ങളാണെന്നാണ് പറയുന്നത്. മൊത്തം രാഷ്ട്രീയ കക്ഷികളുടെ മാറ്റങ്ങളില്, അതുപോലെ സാമൂഹ്യ അന്തരീക്ഷങ്ങളില് എല്ലാം വിസ്മയം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ജാഥകൾ നടക്കുകയാണല്ലോ. LDFന്റെ UDFന്റെ ജാഥകൾ കേരളം ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജാഥകൾക്കകത്ത് നമ്മൾ ഇത്തരം കാഴ്ചകളാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. ഇനി ഇതല്ലാത്ത വേറെ വലിയ കാഴ്ചകൾ വരും. അങ്ങനെ വരുമെന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ എല്ലാം ആളുകളുടെ ഒരു ഇൻവോൾവ്മെന്റോ ആളുകളുടെ പങ്കാളിത്തമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കൂട്ടം നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഏതോ ഏജൻസികള്, PR ഏജൻസികളാണെന്നാണ് പറയുന്നത്. PR ഏജൻസികൾ നടത്തുന്ന എക്സർസൈസുകളാണ്, അവർ നടത്തുന്ന വ്യായാമങ്ങളാണ്. ഒരുപക്ഷെ പൈസ വാങ്ങിക്കുന്നുണ്ടാകും, പൈസ അല്ലെങ്കിൽ പാർട്ടിയുടെ വിധേയത്വം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. നെയ്തു സൂചിപ്പിച്ചത് ശരിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, KSTയുടെ സമ്മേളനത്തിനാണ്, കോട്ടയത്താണെന്ന് തോന്നുന്നു, കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ, സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വെച്ചിട്ട് ചെണ്ട കൊട്ടുന്ന, പുറത്ത് ഭയങ്കര സ്വീകരണം കഴിഞ്ഞിട്ടുള്ള ചെണ്ടയായിരിക്കാം, പുറത്ത് ഭയങ്കര ചെണ്ടമേളം നടക്കുകയാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ സ്റ്റേജിലെത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന മുഖ്യമന്ത്രി ചെറിയ കാര്യത്തിൽ പോലും അസ്വസ്ഥനാകുന്ന ആളാണ്. ആ സമയത്താണ് ഉച്ചസ്ഥായിയിൽ ഇങ്ങനെ ചെണ്ട വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യമാണ് കേട്ടോ, അത് നമ്മൾ കേൾക്കുന്നവർക്ക് തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. ഒന്നും പറഞ്ഞാൽ വ്യക്തമാകത്തില്ല, അതിശക്തമായ ചെണ്ടമേളം നടക്കുകയാണ്. അപ്പൊ മുഖ്യമന്ത്രി പെട്ടെന്ന് വളരെ രൂക്ഷതയോടെ സംസാരിക്കുന്നുണ്ട്. എന്റെ സംഘാടകരോട് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾ അറേഞ്ച് ചെയ്ത, നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ചെണ്ടമേളമാണോ അതോ പുറത്തു നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് കൊട്ടുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സംഘാടകർ പറയുന്നുണ്ട്, ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തതാണെന്നാണ് പറയുന്നത്. അത് നിർത്തിക്കാൻ പറയുന്നു അദ്ദേഹം. അത് നിർത്തിക്കുക, എന്നെങ്കിലല്ലേ എനിക്ക് സംസാരിക്കാനൊക്കെ എന്ന് പറയുന്നു. അപ്പൊ അത് വളരെ ക്ഷുഭിതനാകുന്നുണ്ട് അവിടെ വെച്ച്. അതുപോലെയാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ജാഥയും കൊണ്ട് ചെന്ന സമയത്ത് കേട്ടില്ലേ, വലിയ പടക്കങ്ങളാണ്, ഗുണ്ട് പോലത്തെ സാധനങ്ങളാണെന്ന് തോന്നുന്നു, വലിയ ഉച്ചത്തിലുള്ള ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല. പടക്കം നിർത്തുക എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അവസാനം ആരൊക്കെയോ ചെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് അത്തരം കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെയാണ് മറ്റു ചില വിസ്മയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പറഞ്ഞില്ലേ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നേതാക്കന്മാര്, ദേശീയ നേതാക്കന്മാരാണെങ്കിലും സംസ്ഥാന നേതാക്കന്മാരാണെങ്കിലും ആളുകളെ ചേർത്ത് പിടിക്കുക, അവരുടെ വീടുകളിലേക്ക് ഓടിക്കയറുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലാത്ത കാര്യങ്ങളും അഡ്വാൻസുമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സമുന്നത നേതാവായ ശ്രീ KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ഒരു വീട്ടിൽ അദ്ദേഹം നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ്. വീട്ടമ്മമാര് എന്തോ കപ്പയോ മറ്റോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം തന്നെ അതിൽ നിന്ന് പാത്രത്തിൽ കൈയിട്ടൊരു കപ്പ കഷ്ണമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അതിന്റെ കൊള്ളാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിരുന്നു കുറച്ചു ദിവസം മുമ്പാണ് ആലപ്പുഴ തോട്ടപ്പള്ളി ഭാഗത്ത് അവിടുത്തെ തൊഴിലുറപ്പ് സ്ത്രീകൾ കപ്പ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിലേക്കും ശ്രീ KC വേണുഗോപാൽ ചെല്ലുന്നുണ്ട്. അവരോടൊപ്പം ഡൗൺ ടു എർത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അദ്ദേഹം അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം ഒരു കപ്പ കഴിക്കും. ഇപ്പൊ കപ്പയിലാണ് അദ്ദേഹത്തിന് ഒരു ഹരവെന്ന് തോന്നുന്നു. വല്ല ഷുഗറിന്റെ വല്ല പ്രശ്നമാണോന്ന് അറിയത്തില്ല. എന്തായാലും അത്തരത്തിലുള്ള നാടകങ്ങളാണ് നമ്മൾ KC വേണുഗോപാലിന്റെ കാര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ CPMന്റെ കാര്യത്തിൽ പറയാനില്ല. CPMന്റെ കാര്യത്തില് പാർട്ടി സെക്രട്ടറിയെ കൂടെ അപഹാസ്യരാക്കുന്ന രീതിയിലാണ് PR ഏജൻസികൾ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ അത് ആകെ കൂടെ തെളിയിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ട്, കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അദ്ദേഹം സന്തോഷവാനായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നതിനായിട്ട് അദ്ദേഹത്തെ സ്റ്റേജിൽ വിളിച്ചു വരുത്തിയ ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നു, പെൻഷനൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന്
പാർട്ടി സെക്രട്ടറി ചോദിക്കുന്ന കിട്ടുന്നുണ്ട് സാർ എന്ന് പറഞ്ഞൊരു കവറിനകത്ത് നിന്ന് 2000 രൂപ എടുത്ത് കാണിക്കുന്നുണ്ട്. കൊള്ളാം, നന്നായിരിക്കുന്നു. അതായത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദന് കൈമാറുന്നു. ഉടൻ തന്നെ അതെല്ലാം തുകയൊക്കെ എണ്ണി നോക്കിയ ശേഷം പാർട്ടി സെക്രട്ടറി തിരിച്ച് ഈ പ്രായമുള്ള മനുഷ്യന് കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് തിരിച്ച് പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നു, കൈ തന്നെ ഇരുന്നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് അതിന്റെ പിറ്റേ ദിവസം വന്ന വീഡിയോയുടെ അതിലും രസകരം. ഇതൊരു സ്റ്റേജ് മാനേജ് ചെയ്ത പ്രോഗ്രാം ആയിരുന്നു. ഏതൊരു കോൺഗ്രസ്സുകാരനാണ് വീഡിയോ എടുത്തതെന്നാണ് പറയുന്നത്. ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാനിതൊന്നും അറിഞ്ഞില്ല. ഞാനൊരു ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്നേച്ച് പറഞ്ഞു, പിന്നെ എം വി ഗോവിന്ദൻ മാഷിന്റെ ജാഥ വരുന്നുണ്ട്, ആ സമയത്ത് ചേട്ടൻ വന്നേച്ച് അങ്ങ് വന്നേച്ച് ഈ 2000 രൂപ കവറിൽ നിന്ന് എടുത്ത് പാർട്ടി സെക്രട്ടറിയെ കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് പൈസ നഷ്ടപ്പെടുത്തില്ല, അതേപോലെ തന്നെ തിരിച്ചു തന്നേക്കാം. തിരിച്ചത് പേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് തിരിച്ചു പോക്കണം. നോക്കുക, മനുഷ്യന്മാരെ, സാധാരണ ആളുകളെയും പാർട്ടി നേതാക്കന്മാരെയും അപഹസിക്കുന്ന രീതിയിലാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും പറഞ്ഞില്ല, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നമ്മൾ എന്തെല്ലാം നാടകങ്ങളും PR ഏജൻസിയുടെ വർക്കും കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വിസ്മയത്തെക്കുറിച്ചാണ് ആദ്യം നീതു ചോദിച്ച വിസ്മയങ്ങളാണ്. ഒരുപാട് വിസ്മയങ്ങൾ നിത്യവിസ്മയവുമായിട്ടൊക്കെ വരുമെന്നാണ് തോന്നുന്നത്. പണ്ട് വയലാർ രാമവർമ്മ എഴുതിയതുപോലെ നിത്യവിസ്മയ കാഴ്ചകളൊക്കെ നമ്മൾ കാണേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില വിസ്മയങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ആദ്യത്തെ വിസ്മയം വന്നു കഴിഞ്ഞ പാലക്കാട്ട് നിന്നാണ്. അതൊരു വലിയ വിസ്മയമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പേരെടുത്ത് പറയുന്നത്. പാലക്കാട്ട് PS-ന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുരേഷ് ദീർഘകാലമായിട്ട് CPM-ആയിട്ട് ബന്ധങ്ങളൊന്നുമില്ല. PS പിന്നെ മരണശേഷം അദ്ദേഹത്തിന് ഒരു ബന്ധങ്ങളുമില്ല. പാർട്ടിയുടെ ഒരു സമ്പൂർണ്ണ പുറത്ത് എന്നുള്ള നിലയിലാണ് അദ്ദേഹം കഴിഞ്ഞു പോകുന്നത്. അദ്ദേഹത്തെ PS-ന്റെ സന്തത സഹചാരിയായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് ഒരു മകനെ പോലെ സ്നേഹവാത്സല്യം ഉള്ള ആളായിരുന്നു സുരേഷ് എന്ന് പറയുന്നത്. ആ സുരേഷിനെ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് ജില്ലയിലല്ല, മലമ്പുഴ മണ്ഡലം എന്ന് പറഞ്ഞാൽ VS-ന്റെ സ്വന്തം തട്ടകമാണ്. VS മാരാരിക്കുളം വിട്ട ശേഷം പിന്നെ മലമ്പുഴയിലാണ് നിന്നിട്ടുള്ളത്. മലമ്പുഴ മണ്ഡലത്തിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കുക, UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കുന്നതായിട്ട് ആലോചിച്ചു. അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കു വരികയായിരുന്നു. സുരേഷ് ഭാഗികമായിട്ട് സമ്മതിച്ചതുമായിരുന്നു. അതിനിടയിലാണ് ഇപ്പൊ ഇന്നിത് പുതിയ ഡെവലപ്മെന്റ് വന്നിരിക്കുന്നു. അടുത്ത വിസ്മയം, മറ്റൊരു ഞെട്ടിക്കുന്ന വിസ്മയം വന്നിരിക്കുന്നു. അപ്പൊ CPM-ന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ ബദലായിട്ട് ചെറുക്കണം, അങ്ങനെ സുരേഷിനെ UDF സ്വതന്ത്രനായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ആ നീക്കത്തെ എങ്ങനെ ചെറുക്കണം എന്നുള്ളതിനെ കുറിച്ച് CPM-ന്റെ ആലോചന ഇതാ പുറത്തു വരുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാം, VS-ന്റെ മകൻ അരുൺകുമാറിനെ തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാം. നോക്കുക, മറ്റൊരു വിസ്മയം അല്ലേ, ഇത് ഞെട്ടിക്കുന്ന മറ്റൊരു വിസ്മയം CPM പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ അരുൺകുമാർ മത്സരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് ഇപ്പൊ സുരേഷ് പറഞ്ഞത്. അരുൺകുമാറാണ് മത്സരിക്കുന്നതെങ്കിൽ ഞാൻ മത്സരിക്കുന്ന കാര്യത്തിൽ ചില പുനഃപരിശോധന വേണ്ടി വരും. അതായത് സത്യസന്ധമായ വാക്കുകളാണ്. അരുൺകുമാർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും സുരേഷ് അവിടെ മത്സരിക്കത്തില്ല, അരുൺകുമാറിനെതിരെ മത്സരിക്കത്തില്ല. കാരണം VS-ഉമായിട്ടുള്ള ബന്ധം അതായിരുന്നു. മറ്റൊരെണ്ണമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പ്രേംകുമാറിന്റെ വിഷയം വന്നത്. പ്രേംകുമാറും സംസ്ഥാന സർക്കാരുമായിട്ട് അടഞ്ഞു നിൽക്കുകയായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇരട്ട നീതിയാണ് നടപ്പാക്കിയത്. PT കുഞ്ഞുമുഹമ്മദ്, ലൈംഗിക ആരോപണത്തിൽപ്പെട്ട PT കുഞ്ഞുമുഹമ്മദിന് ഒരു നീതിയും അക്കാദമി ചെയർമാൻ ആയിരുന്ന എനിക്ക് മറ്റൊരു നീതിയുമാണ് നടപ്പാക്കിയത്. എന്നെ പെട്ടെന്ന് രാജിവെപ്പിച്ചു എന്നാണ് പറഞ്ഞത്. മന്ത്രി അടക്കമുള്ളവരൊക്കെ ചെന്ന് ചോദിച്ചിട്ടും അത്തരം മധ്യസ്ഥതയ്ക്കൊന്നും തയ്യാറായിരുന്നില്ല പ്രേംകുമാർ. ഇപ്പൊ കേൾക്കുന്നത് കഴക്കൂട്ടം മണ്ഡലത്തില് അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നാണ് കേൾക്കുന്നത്. പ്രേംകുമാർ വരുന്നു. അപ്പൊ ഇതേവരെ LDF-നോടൊപ്പം നിന്ന് അക്കാദമിയുടെ ചെയർമാനായിരുന്ന ആള് ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ 1-2 മാസത്തിനകം ഇതാ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. ഭയങ്കര വിസ്മയമല്ലേ? നമ്മൾ പറഞ്ഞില്ല, ഞെട്ടിക്കുന്ന പല വിസ്മയങ്ങളാണ് വരുന്നത്. അതേപോലെ തന്നെ ചേർത്തലയില് ഇടതുപക്ഷ സഹയാത്രികനെന്നോ അല്ലെങ്കിൽ അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന ജയൻ ചേർത്തല എന്ന് പറയുന്ന ഒരു നടനുണ്ടായിരുന്നു, സിനിമ സീരിയൽ നടൻ. അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥി, LDF വിട്ടിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ ചായ്വുകളൊക്കെ വിട്ടിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മാറാൻ പോകുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പോ മറുകണ്ടെത്തുന്നൊക്കെ ആരൊക്കെ വരുമെന്ന് അറിയത്തില്ല. അങ്ങനെയാണല്ലോ, ബദലിന് ബദലാണല്ലോ അല്ലെങ്കിൽ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, നാക്കിന് എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് വിസ്മയങ്ങൾ കാണാനായിട്ടും വെടിക്കെട്ട് പോലെയുള്ള കാര്യങ്ങൾ കേട്ട് ഞെട്ടാനായിട്ടും ഒക്കെ നമ്മൾ തയ്യാറായിരിക്കണം. ഇതിന്റെയൊക്കെ അകമ്പടിയായിട്ട് ചെണ്ടമേളങ്ങളും ഉണ്ടാകും എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നത്. സാർ സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിൽ ഇത്തരത്തിലുള്ള കൗതുക വാർത്തകൾ ഇനിയും പുറത്തു വന്നേക്കാം. കാരണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഏത് വിധേനയും സജ്ജരാവുക എന്നതിനെ പക്വതയില്ലാതെയാണോ നേതാക്കൾ സമീപിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. MV ഗോവിന്ദൻ മാസ്റ്ററെ പോലെയുള്ളവരുടെ ഭാഗത്തു നിന്നാണ് തികഞ്ഞ ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഒട്ടും പക്വതയില്ലാത്ത തരത്തിലുള്ള ചില പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അത്തരത്തിൽ അത് വലിയ ട്രോളുകളൊക്കെ ആവുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നതും ശ്രദ്ധേയമാണ്, വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.